പക്ഷേ അന്ന് ആ സമയത്ത് എനിക്ക് തൊഴിൽ കിട്ടാൻ ലോട്ടറി വിൽക്കേണ്ട കണ്ടീഷൻ വന്നിട്ട് ആ ദിവസം 150 രൂപയ്ക്ക് ഒരു വർഷം ആ കാലം ഡെയിലി ഞാൻ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിന്നിട്ട് ഊട്ടർ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ലോട്ടറി വിറ്റു. നിങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമാകേണ്ട PSC പഠിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം പഠിക്കുന്നത് ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തന്നെയാണ് അല്ലേ? അപ്പോൾ ആ ഒരു ഗവൺമെൻറ് ജോലിക്ക് കിട്ടാൻ വേണ്ടി ആ ഒരു വഴിയിലൂടെ ആ ഒരു ലക്ഷ്യത്തിലൂടെ സഞ്ചരിച്ച് തൻ്റെ 43-ാം വയസ്സിൽ ആ ജോലി സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണകുമാരൻ. ഗവൺമെൻറ് GHS ചാത്തന്നൂർ സ്കൂളിൽ ഹിന്ദി അധ്യാപകനായിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വീട്ടുകാരുടെ സപ്പോർട്ടും നാട്ടുകാരുടെ സപ്പോർട്ടും ഒന്നും ഇല്ലാതെ ചെറിയ തുച്ഛമായ ജോലിക്ക് വേണ്ടി പല സ്ഥലത്തും പോയി കഷ്ടപ്പെട്ട് ഈ 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ ജോലി സ്വന്തമാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കുറച്ച് വാക്കുകൾ ഉറപ്പായിട്ടും നിങ്ങൾക്കത് പഠിക്കാനൊരു നല്ല മോട്ടിവേഷനാണ്. നമ്മൾ ഒരുപാട് പേര് പല പ്രതിസന്ധികളും അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികം ഉള്ളവരും ഒക്കെ ജോലി സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ പോലൊരു വ്യക്തിയുടെ ആ വാക്കുകൾ ഉറപ്പായിട്ടും PSC പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടി അത്രയും കഷ്ടപ്പെട്ട് ആയിട്ടാണ് ഈ കൃഷ്ണകുമാർ ഈ ഒരു ജോലി തന്നെ സ്വന്തമാക്കിയത്. അപ്പോൾ കൃഷ്ണകുമാരുടെ വാക്കുകളിലൂടെ നമുക്കൊന്ന് പോകാം. GHS ചാത്തന്നൂരിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അധ്യാപകനായിട്ട് ഞാൻ ജോലിയിൽ അപ്പോയിൻമെൻറ്റ് ജോയിൻ ചെയ്തു. ഈ ജോലി കിട്ടുന്നതിന് വേണ്ടി വളരെയധികം പ്രയാസപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിശ്രമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിന് വേണ്ടി ഒരുപാട് പേര് ആശ്രയിക്കേണ്ടി വരും. ഒരുപാട് ബുക്കുകളും മറ്റു മാത്രമല്ല എയിംസ് കോളേജിൽ വന്നിട്ട് ആശ്രയിക്കേണ്ടി വരും. പക്ഷേ എയിംസ് കോളേജിൽ വന്നിട്ട് അവർ മലയാളം ഇംഗ്ലീഷ് കേട്ടിട്ടും പരീക്ഷ ജയിക്കാനും അങ്ങനെ അതിലൂടെ പിന്നെ PSCയിലെ ചോദ്യങ്ങൾക്ക് ജയിക്കാനൊക്കെ പ്രചോദനമാണ്. ആ പ്രചോദനത്തിന് നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് ആവശ്യം. സത്യസന്ധമായിട്ട് എല്ലാത്തിനും ഒരു സത്യസന്ധത ആത്മാർത്ഥ്യം വേണം. അതിൽ മാത്രമേ വിജയിക്കാനുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഓരോ ചോദ്യത്തിനും ഇവിടെ തന്നെ ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ എനിക്കാക്കി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്ക് എനിക്കാണ്. നെഗറ്റീവ് മാർക്ക് കമ്മി എനിക്കാണ് ഈ കോളേജിൽ. സത്യം അത് ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയാം. ഈ ക്ലാസ്സിൽ എല്ലാവരും കൂടുതൽ, പക്ഷേ എനിക്ക് നെഗറ്റീവ് മാർക്കേ ഉണ്ടാവില്ല. എനിക്ക് എല്ലാം അധികം കമ്മിയായിരിക്കും. അതൊരു എയിംസ് കോളേജ് സാറിനൊക്കെ അറിയാതെ അത് സത്യമാണ്, സാറിന് അറിയാവുന്നതാണത്. പിന്നെ അങ്ങനെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനുള്ള അത് ഉണ്ടാകണം. എപ്പോഴും അത് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകണം. വിജയത്തിൻ്റെ പാതയായിരിക്കണം ലക്ഷ്യം വയ്ക്കുന്നത്. എയിംസ് കോളേജിന് സന്തോഷം പങ്കുചെയ്യുന്നത് വളരെയധികം ഒരു പ്രചോദനത്തിന് ഇതായിരിക്കുന്നു. എയിംസ് കോളേജിനുള്ള അഭിനന്ദനങ്ങൾ ഉണ്ടാകും. കൃഷ്ണകുമാർ ഈ ഒരു പഠന സമയത്ത് ഈ ഒരു സമയങ്ങളിലുള്ളിൽ പല ജോലികൾക്കും പോയിട്ടുണ്ട് അല്ലേ? കാരണം പല ജോലികൾക്കും പോയി പല ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ രീതിയിലാണ് സഞ്ചരിച്ചിട്ട് ഇവിടെ എത്തിയത്? അതായത് ഞാൻ പ്രവീൺ പാസ്സായിട്ടുണ്ട്, അതുമാതിരി BCom പാസ്സായിട്ടുണ്ട്. BCom പാസ്സായത് പറഞ്ഞാൽ ഞാൻ ഒരു സെൽ ടാക്സ് പ്രാക്ടീഷണർ വർക്ക് ചെയ്തു. സെൽ ടാക്സ് പ്രാക്ടീഷണർ വളരെ കമ്മിയുള്ള പൈസയാണ് എമൗണ്ട് സാലറി ആയി കിട്ടുക. പിന്നെ അതിന് ശേഷം അവിടെ ജോലി നഷ്ടമായി പിന്നെ വേറെ കുറേ ചെറിയ ഒരു ഹാർഡ്വെയർ ഷോപ്പിലും മറ്റൊക്കെ ജോലി ചെയ്തു. അവിടെയും പറ്റിയില്ല. പിന്നെ അതിന് ശേഷം പാൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്തു. കുറച്ച് പാൽ സൊസൈറ്റി മിൽമ സൊസൈറ്റി തന്നെ ക്ഷീരസംഘം അവിടെ വർക്ക് ചെയ്തു. അവിടെയും ശരിയായില്ല. പിന്നെ അത് നിർത്തേണ്ടത്. പിന്നെ ആ ഘട്ടങ്ങളിലൊക്കെ വളരെ സാലറി കമ്മിയായാലും പിന്നെ പൈസയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാനും കിട്ടാനുള്ള വിഷമമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ PSCക്ക് ശ്രമിച്ചാലും കിട്ടിയതില്ല. എയിംസ് കോളേജിൽ ഞാൻ 2014 വരുന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ 2014 വന്നപ്പോൾ അന്ന് തന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു അനിയൻ്റെ പേരിലൊരു ലോട്ടറി ഏജൻസി ഉണ്ടായിരുന്നു. അനിയൻ്റെ പേരിൽ ലോട്ടറി ഏജൻസി ഉള്ളപ്പോൾ പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ സാമ്പത്തിക ജോലിയുടെ സമ്മർദ്ദങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലി നേടണം എന്നൊരു ലക്ഷ്യം എയിംസ് കോളേജിലൂടെ
ലക്ഷ്യം പൂർത്തീകരിക്കുക എയിംസ് കോളേജിലൂടെ സാധിക്കുന്നതാണ്. ഏവർക്കും അത് സാധിക്കുമെന്നാണ് എനിക്കത് മനസ്സിലാക്കി കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയാലും പിന്നീട് എനിക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ആ സ്ഥിതിയിൽ ഇങ്ങനെ വന്നപ്പോൾ താൽക്കാലികമായി കൊറോണ കാലങ്ങളൊക്കെ കഴിഞ്ഞു. കൊറോണ കാലത്ത് മൊത്തം തൊഴിലൊന്നുമില്ല. ആ സമയത്ത് പിന്നെ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തും തൊഴിലേ ഇല്ലാതായി. ആ രീതി ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നൊക്കെ പണ്ട് ജോലി ചെയ്യുന്നത്. പക്ഷേ തൊഴിലില്ലാണ്ട് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടി. ആ സ്ഥിതിയിൽ എനിക്കൊരു വളരെയധികം ദുഃഖുന്നതുകൊണ്ട് ഞാൻ തയ്യാറായി. എനിക്ക് വേറെ വഴിയില്ല. ദിവസം ഒരു 150 രൂപ മതി കൊണ്ട് ആ ഒരു ഇത്. പക്ഷേ എനിക്ക് വീട്ടിൽ സപ്പോർട്ടുണ്ടായി, പൈസ തരാനും മറ്റുമൊക്കെ വീട്ടുകാർ തന്നു. ആ സമയത്ത് വിവാഹം കഴിഞ്ഞ ശേഷം അതിന് പറയുന്നില്ല. വിവാഹം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് തരുമായിരുന്നു പൈസ. എന്നാലും ഞാനത് ആഗ്രഹിച്ചില്ല. അതായത് വീട്ടുകാർ എൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം വീട്ടുകാർ പൈസ തന്നില്ല. വിവാഹം കഴിഞ്ഞ് 2021 മെയ് മാസം 3-ാം തീയതിന് വിവാഹം കഴിഞ്ഞ് 2021. പക്ഷേ അന്ന് ആ സമയത്ത് എനിക്ക് തൊഴിൽ കിട്ടാൻ ലോട്ടറി വിൽക്കേണ്ട കണ്ടീഷൻ വന്നിട്ട് ആ ദിവസം 150 രൂപയ്ക്ക് ഒരു വർഷം ആ കാലം ഡെയിലി ഞാൻ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിന്നിട്ട് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ലോട്ടറി വിറ്റു. അതുമാതിരി എൻ്റെ അമ്മയും പറഞ്ഞു ഇതൊക്കെ വളരെ കണ്ണുനീര് വരുത്തുന്നൊരു തൊഴിലാണ്. വെയിലത്ത് നിന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരത്ത് വരെയും വെയിലത്ത് നിന്നിട്ട് ഞാൻ പക്ഷേ സ്റ്റാൻഡൊന്നും ഇട്ടില്ല. പിന്നെ വേറെ എൻ്റെ ശാന്തി ചേച്ചിയുണ്ട്, അവർ ഹിന്ദി ടീച്ചറാണ്. അവർ വേറെ സ്കൂളിൽ ഹിന്ദി ടീച്ചറാണ്. അവർ പറഞ്ഞു എന്താ കൃഷ്ണകുമാർ ഇങ്ങനെ വേറെ കടയിട്ട് തെളിയും അങ്ങനെ റോഡ് സൈഡിൽ നിൽക്കണ്ട. അവർ പറയേണ്ടത് ഇങ്ങനെ ഒരു കടയിട്ട് നിർത്തണ്ട, കടയിട്ട് ജോലി ചെയ്യും. ലോട്ടറി ആയാലും അതിൽ അഭിമാനമുണ്ട്. ഇങ്ങനെ വെറുതെ ലോട്ടറി വയ്ക്കുമ്പോൾ ആൾക്കാർ വെയിൽ കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രയാസമാണ്, അത് ശരിയല്ല. അപ്പോൾ ആ ദിവസം ഞാൻ എൻ്റെ ശാന്തി ചേച്ചി വന്ന് പറയും നിർത്തണം, അവർ പെട്ടെന്ന് വേറെ ജോലി ചെയ്യണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ലോട്ടറി നിർത്തിയിട്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് തയ്യാറാക്കിയിട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് തൊഴിലില്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല, തൊഴിലില്ലാണ്ട് ഇരിക്കുന്നത് ശരിയല്ല പറഞ്ഞു. തൊഴിലില്ലാതിരിക്കുന്നത് ശരിയല്ല പറഞ്ഞപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ എല്ലാ നേതൃത്വം നൽകുന്ന സമൂഹത്തിൽ. പക്ഷേ എനിക്ക് ആ തൊഴിലിനോട് എനിക്ക് ആ തൊഴിൽ അറിയണം. പക്ഷേ ആ തൊഴിൽ പഠിക്കാനായിട്ട് ഞാൻ പോയത് എനിക്കറിയാമെന്നുണ്ട്. ആ തൊഴിൽ എൻ്റെ മുത്തച്ഛനത് അറിയായിരുന്നു. അങ്ങനെയൊക്കെ പണ്ട് ഞാൻ പോയി. അതുകൊണ്ട് മാത്രം അവിടെ എന്നെ സ്വീകരിച്ചു. എനിക്ക് ഈ വർക്കുകളൊക്കെ എനിക്കറിയാം, ഈ കുറച്ച് ജ്യോതിഷത്തിൻ്റെ വർക്കുകളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ആൾ സ്വീകരിച്ചതാണ്. എൻ്റെ മുത്തച്ഛനെ ജ്യോതിഷം അറിയും. അപ്പോൾ ആ ജ്യോതിഷം എനിക്കും കുറച്ചൊക്കെ അറിയുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി ജോലി ചെറുതായി കഴിയും. പക്ഷേ എനിക്കത് പിന്നീട് മനസ്സിലായി അത് വലിയൊരു ജ്യോതിഷം പറയുന്ന ഒരു ഗണിതശാസ്ത്രമാണ്. എനിക്ക് PSCയുമായി സംബന്ധപ്പെട്ട കണക്കുകൾ ഉപയോഗിച്ച് ഞാൻ അതൊക്കെ കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു ജ്യോതിഷത്തിൻ്റെ വർക്ക്. പിന്നെ അവിടെ എനിക്ക് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് പക്ഷേ എന്ത് വെച്ചാൽ അവിടെയുള്ള സമൂഹത്തിൽ നിന്ന് വരെ എനിക്ക് അംഗീകരിക്കും. കാരണം സമൂഹത്തിൽ ആൾക്കാർ അംഗീകരിക്കില്ല, ഇത് നിങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പോകുമ്പോൾ എനിക്ക് ആ സമൂഹത്തിൽ പിടിച്ചു ഈ ജ്യോതിഷത്തിൻ്റെ ഇതിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി അവിടെ ജോലി ചെയ്തപ്പോൾ. അങ്ങനെ എനിക്ക് വന്നപ്പോൾ ഞാൻ പിന്നീട് ആ ജോലി വിടേണ്ട സ്ഥിതി വന്നു എനിക്ക്. പക്ഷേ എനിക്ക് എന്തായി, സാറ് പറഞ്ഞു ശരി ഇതൊക്കെ നോക്കി പോകണപ്പോൾ വീണ്ടും ഞാൻ ഈ സമയം വരെ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞിട്ടാ വന്നു എനിക്ക് കാര്യമുണ്ട്. എനിക്ക് കാര്യം അന്ന് എനിക്ക് അറിയില്ല. എൻ്റെ അച്ഛൻ വന്നിട്ട് കാലിൽ സൂയില്ലാണ്ട് ആസ്പത്രി പോകണം, ആ സമയത്ത് പിടിച്ചില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സത്യാവസ്ഥ പറയുന്നത്. ഏതിലും ഒരു സത്യാവസ്ഥ ഉണ്ടാകും. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, നുണ പറയാൻ പാടുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അധികം പറയുക. എന്നാൽ സന്തോഷ് പണിക്കർ പറയാറുണ്ട് നുണ പറയാൻ പാടില്ല, അപ്പോൾ അതിൽ വേണം, നുണ പറയുന്നത് ശരിയല്ല, അത് അങ്ങനെ ഞാൻ പറയും ഇത് അച്ഛന് കാലിൽ സുഖമില്ല. അപ്പോഴേക്കും ലെറ്ററും വന്നു, അങ്ങനെ അച്ഛന് കാലിൽ ആസ്പത്രി പോകാൻ നിൽക്കണം. അച്ഛന് ചെറിയൊരു കാലിൽ സ്ക്രാച്ച്, അങ്ങനെ ഹോസ്പിറ്റലൈസേഷൻ പ്രോബ്ലം ആയിരുന്നു, ഹോസ്പിറ്റലിൽ പോകേണ്ട സ്ഥിതിയായിരുന്നു. അത് നേരത്തെ കഴിഞ്ഞിരുന്നു കാലിൽ സ്ക്രാച്ചിൻ്റെ പ്രോബ്ലം. പിന്നെ അങ്ങനെ ആ സമയത്ത് സന്തോഷമായിട്ടാണ് വിളിച്ചു പോകണം. അപ്പോഴാണ് ലെറ്റർ വരുന്നത്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട്. ഇപ്പൊ കുറേ പേര് PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് അതുപോലെ വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് പഠിക്കുന്നവരുണ്ട്, പഠിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ഇരിക്കുന്നവരുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് എങ്ങും എത്താതെ പോയവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കൃഷ്ണകുമാർ എന്താ പറയാൻ പോകുന്നത്? അതായത് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും നമ്മളത് ഫേസ് ചെയ്തിട്ട് അതിനെ തരണം ചെയ്യുകയും പിന്നെ അതിനുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടും ചെയ്തിട്ട് പരിശ്രമത്തോടെ വിജയം ലക്ഷ്യമാക്കി പ്രവർത്തിക്കണം. അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.